ഹായ് ഫ്രണ്ട്സ്, ഹൊറൈസൺ PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇന്ത്യയിലെ പിതാക്കന്മാരെ കുറിച്ചാണ്. PSC പരീക്ഷകളിൽ ഉറപ്പായും ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാനായി അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഇന്ത്യയിലെ പിതാക്കന്മാരെ കുറിച്ചാണ് ഇന്ന് പഠിക്കുന്നത്. അതിലാദ്യം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് നമുക്ക് എല്ലാവർക്കും അറിയാം, മഹാത്മാഗാന്ധിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്. അടുത്തത് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. അങ്ങനെയാണെങ്കിൽ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവും ലോക നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പെട്രാർക്കുമാണ് ലോകത്തിലത്. കേരളത്തിലെ ശ്രീനാരായണ ഗുരു, ഇന്ത്യയിലെയാണെങ്കിൽ രാജാറാം മോഹൻ റോയ്. ഇത്രയും ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാവ്. അടുത്തത് ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വരാഹമിഹിരനാണ് പിന്ത്യൻ ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എം വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ്. അടുത്തത് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യ. ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവും ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും എം വിശ്വേശ്വരയ്യയാണ്. അടുത്തത് ഇന്ത്യൻ ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കൽഹണൻ. അങ്ങനെയാണെങ്കിൽ ലോക ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെറോഡോട്ടസ് ആണ്. ഇന്ത്യൻ ചരിത്രത്തിന്റെ പിതാവ് കൽഹണനും ലോകത്തിലെയാണെങ്കിൽ ഹെറോഡോട്ടസും. അടുത്തത് ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ. അപ്പോൾ എഞ്ചിനീയറിംഗിന്റെ പിതാവ്, ആസൂത്രണത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യ. ചരിത്രത്തിന്റെ പിതാവ് ഇന്ത്യൻ ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൽഹണൻ. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ. ഇത്രയും ഓർത്തിരിക്കുക. അടുത്തത് ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവ് ജംഷഡ്ജി ടാറ്റയാണ് ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവ്. ഇന്ത്യൻ വ്യോമയാനത്തിന്റെ പിതാവ് JRD ടാറ്റ. തമ്മിൽ തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവ് ജംഷഡ്ജി ടാറ്റയും ഇന്ത്യൻ വ്യോമയാനത്തിന്റെ പിതാവ് JRD ടാറ്റയുമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. അടുത്തത് ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് എവോ ഹ്യൂം. ഇന്ത്യൻ അച്ചടിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് എവോ ഹ്യൂം, ഇന്ത്യൻ അച്ചടിയുടെ പിതാവ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. അടുത്തത് ഇന്ത്യൻ പൊളിറ്റിക്കൽ സയൻസിന്റെ പിതാവ് ദാദാഭായ് നവറോജി. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ പൊളിറ്റിക്കൽ സയൻസിന്റെ പിതാവും ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവും. ഇന്ത്യൻ പൊളിറ്റിക്കൽ സയൻസിന്റെ പിതാവും ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവ് എച്ച് ജെ ഫാഫ. ഫുൾ നെയിം ഹോമി ജഹാംഗീർ ഫാഫ. അല്ലെങ്കിൽ ഹോമി ജഹാംഗീർ ഫാഫ. അതാണ് ആണവശാസ്ത്രത്തിന്റെ പിതാവാണ് എച്ച് ജെ ഫാഫയുടെ ഫുൾ നെയിമാണ് ഹോമി ജഹാംഗീർ ഫാഫ. അടുത്തത് ഇന്ത്യൻ ആറ്റം ബോംബിന്റെ പിതാവ്
ഡോക്ടർ രാജാരാമണ്ണ. ഡോക്ടർ രാജാരാമണ്ണയാണ് ഇന്ത്യൻ ആറ്റം ബോംബിന്റെ പിതാവ്. അടുത്തത് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ചലപതി റാവു. ചലപതി റാവു ആണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ്. അടുത്തത് ഇന്ത്യൻ സിനിമയുടെ പിതാവ്. ഇന്ത്യൻ സിനിമയുടെ പിതാവ് ദാദാസാഹിബ് ഫാൽക്കെ. ദാദാസാഹിബ് ഫാൽക്കെയാണ് ഇന്ത്യൻ സിനിമയുടെ പിതാവ്. ഇവിടെ ഓർത്തിരിക്കാൻ മലയാള സിനിമയുടെ പിതാവുണ്ട്. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയൽ ആണ്. ഇവിടെ ഇന്ത്യൻ സിനിമയുടെ പിതാവ് ദാദാസാഹിബ് ഫാൽക്കെ. അടുത്തത് ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ്. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ഫ്രെഡറിക് നിക്കോൾസൺ. ഫ്രെഡറിക് നിക്കോൾസൺ ആണ് ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ്. അടുത്ത ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ്. ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് മഹലനോബിസ് ആണ്. മഹലനോബിസ് ആണ് ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ്. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവ്. ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം ആണ്. APJ അബ്ദുൽ കലാം ആണ് ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവ്, അല്ലെങ്കിൽ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം ആണ്. അടുത്തത് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ്. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായി. വിക്രം സാരാഭായി ആണ് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ്. അടുത്ത ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ്. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് നന്ദലാൽ ബോസ്. നന്ദലാൽ ബോസ്. അടുത്ത ഇന്ത്യൻ സംസ്കൃത നാടകത്തിന്റെ പിതാവ്. ഇന്ത്യൻ സംസ്കൃത നാടകത്തിന്റെ പിതാവ് കാളിദാസൻ. ഇന്ത്യൻ സംസ്കൃത നാടകത്തിന്റെ പിതാവ് കാളിദാസൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ. സ്വാമിനാഥൻ. അടുത്തത് ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ്. ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് വർഗീസ് കുര്യൻ. തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥനും ധവള വിപ്ലവത്തിന്റെ പിതാവ് വർഗീസ് കുര്യനുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ്. ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ്. ഉത്തരം റിപ്പൺ പ്രഭു. റിപ്പൺ പ്രഭു ആണ് ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭു. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭു. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ആർമിയുടെ പിതാവ്. ഇന്ത്യൻ ആർമിയുടെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യൻ കരസേനയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് സ്ട്രിംഗർ ലോറൻസ്. സ്ട്രിംഗർ ലോറൻസ്. അടുത്തത് ഇന്ത്യൻ കപ്പൽ വ്യവസായത്തിന്റെ പിതാവ്. ഇന്ത്യൻ കപ്പൽ വ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് VO ചിദംബരപിള്ള. VO ചിദംബരപിള്ളയാണ് ഇന്ത്യൻ കപ്പൽ വ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അടുത്തത് ഇന്ത്യൻ വനമഹോത്സവത്തിന്റെ പിതാവ്. ഇന്ത്യൻ വനമഹോത്സവത്തിന്റെ പിതാവ് KM മുൻഷി. KM മുൻഷിയാണ് ഇന്ത്യൻ വനമഹോത്സവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അടുത്തത് ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിന്റെ പിതാവ്. ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ കണ്ണിംഗ്ഹാം. അലക്സാണ്ടർ കണ്ണിംഗ്ഹാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടി പറയാം. ഇന്ത്യൻ ആർമിയുടെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യൻ കരസേനയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സ്ട്രിംഗർ ലോറൻസ്. കപ്പൽ വ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് VO ചിദംബരപിള്ള. വനമഹോത്സവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് KM മുൻഷി. പുരാവസ്തു ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ കണ്ണിംഗ്ഹാം. ഇത്രയും ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ എപ്പിഗ്രാഫിയുടെ പിതാവ്. ഇന്ത്യൻ എപ്പിഗ്രാഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെയിംസ് പ്രിൻസെപ്പ്. ജെയിംസ് പ്രിൻസെപ്പ് ആണ് ഇന്ത്യൻ എപ്പിഗ്രാഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ സർക്കസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിഷ്ണുപാന്ത് ഛത്രേ. വിഷ്ണുപാന്ത് ഛത്രയാണ് ഇന്ത്യൻ സർക്കസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇവിടെ ഓർക്കാനുള്ളത് കേരള സർക്കസിന്റെ പിതാവും കൂടി ഓർത്തിരിക്കുക. കീലേരി കുഞ്ഞിക്കണ്ണനാണ് കേരള സർക്കസിന്റെ പിതാവ്. ഇന്ത്യൻ സർക്കസിന്റെ പിതാവ് വിഷ്ണുപാന്ത് ഛത്രേ. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ബോട്ടണിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം റോക്സ്ബർഗ്. വില്യം റോക്സ്ബർഗ് ആണ് ഇന്ത്യൻ ബോട്ടണിയുടെ പിതാവ്. അടുത്തത് ഇന്ത്യൻ ബ്രയോളജിയുടെ പിതാവ്. ഇന്ത്യൻ ബ്രയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് SR കാശ്യപ്. SR കാശ്യപ് ആണ് ഇന്ത്യൻ ബ്രയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ റിസർച്ച് ലബോറട്ടറികളുടെ പിതാവ്. ഇന്ത്യൻ റിസർച്ച് ലബോറട്ടറികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ശാന്തി സ്വരൂപ് ഭട്നഗർ. ശാന്തി സ്വരൂപ് ഭട്നഗർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ റിമോട്ട് സെൻസിങ്ങിന്റെ പിതാവ്. ഇന്ത്യൻ റിമോട്ട് സെൻസിങ്ങിന്റെ പിതാവ് PR പിഷാരടി. PR പിഷാരടിയാണ് ഇന്ത്യൻ റിമോട്ട് സെൻസിങ്ങിന്റെ പിതാവ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ആൽഗോളജി, ഫൈക്കോളജി ഇവയുടെയൊക്കെ പിതാവ് എന്നറിയപ്പെടുന്നത് MOP അയ്യങ്കാർ. MOP അയ്യങ്കാർ ആണ് ഇന്ത്യൻ ആൽഗോളജി, ഫൈക്കോളജിയുടെയൊക്കെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡിട്രിച്ച് ബ്രാൻഡിസ്. ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡിട്രിച്ച് ബ്രാൻഡിസ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.